Glory to God. Glory to God. Hallelujah. 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 കർത്താവ് നമ്മോട് കൂടെയുണ്ട്. വീണ്ടും ദൈവസന്നിധിയില് ദൈവത്തിന്റെ തിരുവചനവുമായി ഈ കോഴിക്കോട് ദേശത്തേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ ദൈവത്തിന്റെ ജനമേ, അനുഗ്രഹീതമായ സമയങ്ങൾ തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഓരോ നിമിഷം നമ്മൾ ഒരുക്കിയെടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. ഒരു മീറ്റിംഗ് അനുഗ്രഹപ്രദമായി തീരുന്നത് ആ മീറ്റിംഗിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ആളുകളുടെ എണ്ണത്തെക്കാൾ ഉപരി ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഒരു മീറ്റിംഗിനെ മനോഹരമാക്കി തീർക്കുന്നത്. ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ ഒരു വാക്ക് കർത്താവിനെ ക്ഷണിച്ചുകൊണ്ട് ഒരു വാക്ക് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന്, ഇതൊരു സാധാരണ മീറ്റിംഗ് അല്ല, ഹൃദയത്തിന്റെ ആഴത്തിൽ നമുക്ക് കർത്താവിനെ ക്ഷണിക്കാം. ഇന്ന് സ്വർഗത്തിലെ ദൈവം അടിയനിലൂടെ സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ മലയാളം അറിയാവുന്ന സകല ജനത്തിനും പ്രയോജനകരമായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ തേജസ്സാൽ മൂടുവാൻ നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. ജനം ഒരുമിച്ച് ഇന്ന് അപേക്ഷിക്കുകയാണ്. നമ്മൾ ഭൂമിയിൽ നിന്ന് ദൈവസന്നിധിയിൽ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവയെ എന്ന് പേരുള്ള ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ധ്യാനിക്കാൻ ജാഗ്രതിക്കാം. കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ, ഹൃദയങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ. ഞങ്ങളുടെ സ്വകീയ പിതാവേ, അങ്ങയെ കൂടാതെ ഞങ്ങൾ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ അങ്ങ് ഞങ്ങൾ സകലത്തിനും മതിയായതാ. പ്രിയ പിതാവേ, അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് കൂടെ ഭൂമിയിൽ ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ അഭിഷേകം, അങ്ങയുടെ തേജസ് ഞങ്ങളോട് കൂടെ ഭൂമിയിൽ ഉള്ളതിനായി സ്തോത്രം. അപ്പൊ അങ്ങ് ഞങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഈ കോഴിക്കോട് പട്ടണത്തിലെ ജനങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കോഴിക്കോട് പട്ടണത്തിൽ അങ്ങേക്ക് വേണ്ടി കുതിക്കുവാൻ അങ്ങ് നിയമിച്ചാക്കിയ അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, അങ്ങാണ് ഞങ്ങളുടെ നായകൻ. യേശുവേ, അങ്ങാണ് ഞങ്ങളുടെ നായകൻ. അങ്ങ് ഞങ്ങളുടെ മുൻപിൽ കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ അകത്ത് കർത്താവേ, അങ്ങയുടെ നേതൃത്വത്തിലേക്ക് തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ പിതാവേ, അങ്ങയുടെ തേജസ്സാ ഞങ്ങളെ മൂടിയാട്ടെ, അങ്ങയുടെ ശക്തിയാ ഞങ്ങളെ മൂടിയാട്ടെ. അങ്ങയുടെ രാജ്യം, ദൈവരാജ്യം ഇവിടെ പ്രഖ്യാപിക്കുക. യേശുവിന്റെ കർത്തൃത്വം ഇവിടെ പ്രഖ്യാപിക്കുക. ഒരു മനുഷ്യന്റെ രാജ്യമല്ല പിതാവേ, ഒരു പിശാചിന്റെ രാജ്യമല്ല പിതാവേ. അങ്ങയുടെ രാജ്യം, ദൈവരാജ്യം ഞങ്ങളെ പ്രഖ്യാപിക്കുന്നു. ദൈവരാജ്യം ഞങ്ങളെ പ്രഖ്യാപിക്കുന്നു. അങ്ങയുടെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ എന്നതുപോലെ ഈ ഭൂമിയിലും ഈ കോഴിക്കോടിൽ നിറവേറുവാൻ, ഈ കേരളക്കരയിൽ നിറവേറുവാൻ, ഇന്ത്യ ഭൂഖണ്ഡത്തിൽ നിറവേറുവാൻ, ഏഷ്യ ഭൂഖണ്ഡത്തിൽ നിറവേറുവാൻ, ലോകം മുഴുവൻ പിതാവേ അങ്ങയുടെ ഇഷ്ടം നിറവേറുവാൻ ഇതാ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. ഇതാ ഞങ്ങളൊരു ചാനലായി, ഞങ്ങളൊരു വഴിയായി അങ്ങയുടെ രാജ്യം ഭൂമിയിൽ കൊണ്ടുവരുവാൻ ഇതാ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കുഞ്ഞുങ്ങളെ മൂടിയാട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പുലപ്പിനെ മൂടിയാട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശക്തിയെ മൂടിയാട്ടെ. ഈ ഭൂമിയിൽ ദൈവരാജ്യം അലങ്കരിക്കുന്ന അങ്ങാണല്ലോ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആത്മാവിന്റെ സന്തോഷം, ആത്മാവിന്റെ തേജസ് നിങ്ങൾ ഓരോരുത്തരും വ്യാപരിക്കുവാൻ അത്ഭുത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ സാന്നിധ്യം സഹായം കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അത്ഭുത കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ അത് തുറന്നു കൊടുത്താട്ടെ. അതിലൂടെ സംസാരിച്ചാട്ടെ, മെനഞ്ഞെടുത്താട്ടെ. നാവിന്റെ വചനപ്രകാരം അതിനെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ ദേശത്തിലെ അങ്ങയുടെ കുതിക്കുന്ന കാര്യങ്ങളായി ഇവര് പ്രിയ നല്ല പിതാവേ, ആ കുതിപ്പിന് ശക്തി കൂട്ടിയാട്ടെ, ആ കുതിപ്പിന് ശക്തി കൂട്ടിയാട്ടെ. എല്ലാം മരവിപ്പ് ഈ നിമിഷങ്ങളിൽ മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി എല്ലാം മരവിപ്പിനെയും മാറ്റട്ടെ. എല്ലാം ഉറങ്ങിക്കിടക്കുന്നവരെയും എഴുന്നേൽപ്പിക്കുവാൻ ഇടയാകട്ടെ. ദൈവശക്തി അതിനായി വ്യാപരിക്കട്ടെ. ദൈവിക ബലം അതിനായി വ്യാപരിക്കട്ടെ. യുദ്ധ ചാനലുകളിൽ, യുദ്ധ മാധ്യമങ്ങളിൽ ഈ സ്വരം കേൾക്കുന്ന വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഉണരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണരട്ടെ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ സഭയെ ഏൽപ്പിക്കുന്നു. സഭയെ നേതൃത്വം കൊടുക്കുന്ന അവരുടെ അഭിഷേകത്തിനെ, കുടുംബത്തെ, അവരുടെ മക്കളെ ഏറ്റവും പ്രാർത്ഥിക്കുന്ന കർത്താവേ,
സകലരും ഒരുമിച്ച് ഒരു കുടുംബമായി അങ്ങനെ നിറവേറ്റാൻ ഉപയോഗിച്ചാട്ടെ. ഒരുങ്ങിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ. Glory to God. Glory to God. Hallelujah. നിങ്ങളെല്ലാം വീണ്ടും കാണുവാൻ സ്വർഗത്തിലെ ദൈവം എന്ന അവകാശത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. പല പ്രാവശ്യങ്ങളായി കോഴിക്കോട് പട്ടണത്തിലേക്ക് കർത്താവിനെ അയക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നു, കഴിഞ്ഞ പ്രാവശ്യമെല്ലാം ദൈവം എന്നെ അയച്ചപ്പോൾ നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു. ഗ്ലോറി ടു ഗോഡ്. ദൈവം സഹായിക്കട്ടെ. ഒരു കുടുംബത്തിന്റെ പ്രാധാന്യമേറിയ വാക്കുകളായിട്ടാണ് സ്വർഗത്തിലെ ദൈവം എന്നോട് അയച്ചിരിക്കുന്നത്. നിങ്ങൾ എന്നെ പരിചയമില്ലാത്ത പലരും ഇവിടെ കാണും. ആദ്യമായിട്ട് കാണുന്നവരുണ്ടാകും. എത്ര പേര് ആദ്യമായിട്ട് കാണുന്നവരുണ്ട്? വളരെയധികം പേര് ആദ്യമായിട്ട് കാണുന്നവരായിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ പരിചയപ്പെടുത്തണം. എന്റെ പേര് ഷാജി ജോസഫ്. നാളെ മറ്റൊരു രീതിയിൽ ഞാൻ പരിചയപ്പെടുത്താം. എന്റെ കുടുംബം മാതാപിതാക്കന്മാർ എറണാകുളത്തായിരിക്കുന്നു. ഒരു പ്രാർത്ഥനാലയം എന്നുള്ള ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് 10 വർഷത്തിലധികമായി അവിടെ ശുശ്രൂഷ ചെയ്തു വരുന്നു. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് 6 ദിവസം നീണ്ടു നിൽക്കുന്ന ലോകമക്കളെ കർത്താവിന്റെ വചനം അറിയിച്ച് ദൈവമാർഗത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംരംഭം അവിടെയുണ്ട്. 6 ദിവസം അവിടെ താമസിക്കാം. ഈ ലോകത്തിൻ്റെതായ അപകടത്തിൽ നിന്ന് വേർപെട്ട് തിരുവചനം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കടന്നു വരാം. അവിടെ ഒരു ഡിനോമിനേഷൻ ഇല്ല, ഒരു തലവുമില്ല. പകരം ലോക സ്വഭാവത്തിലുള്ള മക്കളെ അവിടെ കൊണ്ടുവരുമ്പോൾ ദൈവവചനം കൊടുത്ത് അവരെ വീണ്ടും ചെന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് അവരായിരിക്കുന്ന ദേശങ്ങളിലേക്ക് ഈ തേക്കിന്റെ നട്ട് പ്ലാസ്റ്റിക് കുറെ നട്ട് കൊടുത്തു വിടുന്നത് പോലെ കടത്തിവിടും. അവൻ ഹല്ലേലൂയ. കാരണം വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന് കർത്താവ് യേശു നമ്മളോട് പറയുന്നുണ്ടായി. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. മാത്രമല്ല, ഇടയ്ക്ക് 6 മാസം കൂടുമ്പോൾ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അറിയിക്കുവാൻ ആത്മീയമായി വളരുവാൻ താല്പര്യമുള്ളവർക്കുള്ള ശുശ്രൂഷകളും 3 ദിവസം അവിടെ ഉണ്ട്. അവിടെ താമസിക്കാം. ക്യാൻറ്റീൻ സൗകര്യങ്ങൾ, താമസ സൗകര്യങ്ങൾ എല്ലാം അവിടെ ഉണ്ടാകും. ചിലരോട് പറയാറുണ്ട്, ജീവിതത്തിൽ ഒരു അല്പ സമാധാനം, ഈ ബഹളത്തിൽ നിന്ന് ഒഴിഞ്ഞ അല്പ സമാധാനം ദൈവവചനത്തിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവിടെ വരും. ഹല്ലേലൂയ. എന്റെ കുടുംബം റാസൽ കൈമ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ റാസൽ കൈമ ദേശത്തായിരിക്കുന്നു. ഞാൻ നോർമലി ഇവിടെ കടന്നു വരുമ്പോൾ 2-3 ദിവസം ഇവിടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ വചനം അറിയിച്ച് ഉടനെ തിരിച്ചു പോകും. കാരണം പൗലോസ് ചെയ്യുന്നത് പോലെ പകല് കൂടാര പണിയും രാത്രിയാകുമ്പോൾ സുവിശേഷീകരണവും എന്നുള്ള രീതിയിൽ സകലർക്കും മാതൃകയായി ശുശ്രൂഷിച്ച സ്വർഗ്ഗത്തിലെ ദൈവം കൃപ നൽകിയിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞാനിപ്പോൾ മൈക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് കാണാം. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ ചിലപ്പോൾ ചുമടി ചുമന്ന് നടക്കുക, അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ പിടിച്ചുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പിടിച്ചുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ പല പല രീതിയിൽ എന്നെ കാണുന്നത് അതിശയിച്ചു പോകും. ഇത് അവിടെ പ്രസംഗിച്ച ടിവിയിലൂടെ പ്രസംഗം കേൾക്കുന്ന ദേവദാസനാണോ എന്ന് അതിശയിക്കാൻ ഒരാവശ്യവുമില്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ചത് ഏറ്റവും മഹത്വപൂർവമായി, ഏറ്റവും അനുഗ്രഹകരമായി നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് മാതൃകയായി തീരാം. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, തുടർന്ന് നിങ്ങൾ കേൾക്കുവാൻ മനസ്സിലാക്കുവാനായിട്ട് പോകുന്ന കാര്യങ്ങൾ വളരെ ആഴത്തിലുള്ളതാണ്. നിങ്ങൾ ബേബി സ്റ്റഫ് അല്ലെങ്കിൽ ബേബി ഫുഡ് കഴിക്കുന്നത് പോലെ ഒന്നും ഇരിക്കരുത്.
കാരണം ബേബി ഫുഡ് കഴിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറ്റം വന്ന് നമ്മൾ ഒരു അനുഗ്രഹീതമായ നിലവാരത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മൾ ഉയർത്താൻ പോവുകയാണ്, ഉയർത്തിക്കൊണ്ടുവരുവാൻ പോവുകയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ആദ്യമായിട്ട് ഞാൻ കർത്താവിന്റെ ദാസനെ കുടുംബത്തെ ഞാൻ ഓർക്കുകയാണ്. 2003 എന്നെ ആ കൈക്ക് പിടിച്ചു, ജ്യേഷ്ഠനെ പോലെ കൈക്ക് പിടിച്ച് കൺവെൻഷൻ സ്റ്റേജിലേക്ക് കയറ്റിയ വ്യക്തിയാണ് പാസ്റ്റർ നോബിൾ പി തോമസ്. തൃശൂർ മണ്ണൂത്തിയിൽ നടന്ന ഒരു കൺവെൻഷനിൽ അദ്ദേഹമാണ് എന്നെ കരം പിടിച്ച് കയറ്റുവാനായിട്ട് ഇടയായത്. അദ്ദേഹത്തോടും കുടുംബത്തോടുള്ള സ്നേഹത്തെ ഞാൻ അറിയിക്കുകയാണ്. ഒരു ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ഒരു ഗുരുനാഥൻ എന്നുള്ള സ്ഥാനമല്ല അദ്ദേഹത്തിന് എന്റെ ഹൃദയത്തിലുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. അതോടൊപ്പം തന്നെ പ്രിയ ദൈവജനമേ, എന്നാൽ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങളെല്ലാം കർത്താവ് എന്നിൽ കാണിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലെ കൂട്ടവയവങ്ങളായിട്ടാണ്. ഗ്ലോറി, ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ദൈവ ഇഷ്ടം നമ്മളിലൂടെ ഭൂമിയിൽ നിറവേറുകയുള്ളൂ. ആമേൻ. പക്ഷേ ഇന്ന് സഭയുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ദൈവ ഇഷ്ടം എന്തെന്ന് അറിയുവാൻ പലർക്കും കഴിയുന്നില്ല. എന്നാൽ ഈ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ദൈവ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന നിഷ്കളങ്കരായ ധാരാളം ജനങ്ങൾ സഭയ്ക്കുള്ളിലുണ്ട്. പക്ഷെ അവരെ അറിയേണ്ടത് അറിയുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, സത്യം നിങ്ങളെ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ എവിടെയാണ്? നിങ്ങളിപ്പോൾ ബന്ധനത്തിലാണ്. ഗ്ലോറി ടു ഗോഡ്. നിങ്ങളെ സ്വതന്ത്രമാക്കുമെങ്കിൽ നിങ്ങളിപ്പോൾ ബന്ധനത്തിലാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം, പിശാചിന്റെ ബന്ധനത്തിലല്ല. പിശാചിന്റെ ബന്ധനത്തിലല്ല. യേശു ക്രിസ്തു നമ്മളെ പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ചു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇനി പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് അല്ലെങ്കിൽ പിശാചിന്റെ കീഴിൽ നിന്ന് നമുക്ക് ഒരു വിടുതൽ ആവശ്യമില്ല. കൊളോസ്യർ 1:13 പറയുകയാണ്, അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചു. ആമേൻ. വിടുവിക്കുമെന്നല്ല, വിടുവിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല, വിടുവിച്ചു. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഇനിയും നമ്മൾ പിശാചിന്റെ കീഴിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി പാടുപെട്ടുകൊണ്ടിരുന്നാൽ നമ്മൾ സത്യം കേട്ടത് അറിഞ്ഞത് വിശ്വസിച്ചില്ല. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. പിന്നെ വീണ്ടും ഞാൻ ബന്ധനത്തിലാണല്ലോ, എന്റെ ഭൗതിക മണ്ഡലത്തിൽ ഞാൻ അറിയുന്നല്ലോ. അതിന്റെ കാര്യം മറ്റൊന്നുമല്ല കുഞ്ഞെ, നിന്റെ അറിവിന്റെ മണ്ഡലത്തിൽ ഈ ബന്ധനത്തിലാണ്. സത്യം നീ അറിയുമ്പോൾ ആ സത്യം നിന്നെ സ്വതന്ത്രമാക്കും. ഗ്ലോറി, ഹല്ലേലൂയ. എല്ലാ കർത്താസന്മാർക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം എന്നെ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന മണ്ഡലം കർത്ത് ദാസന്മാരുടെ ഇടയിലാണ്. കാരണം 200 സാധാരണ വിശ്വാസികളെ മനം മാറ്റുവാൻ ശ്രമിക്കുന്നതിന് പകരം ഒരു കർത്താസൻ മാറിയാൽ ആ 200 മാറിക്കിട്ടും. ഗ്ലോറി. അതുകൊണ്ട് ഞാൻ ഏത് ദേശത്ത് പോയാലും പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, കർത്തൃദാസന്മാർ അവിടെ ഉണ്ടാകണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്ന 1-ാമത്തെ പുസ്തകം നിങ്ങളിവിടെ കണ്ടു, അതിന്റെ ഫ്രെയിം കണ്ടു. എത്ര പേര് വായിച്ചിട്ടുണ്ട്? ഗ്ലോറി ടു ഗോഡ്. നിങ്ങളിൽ ചിലരത് വായിച്ചിട്ടുണ്ട്. അത് വായിച്ചാൽ നിങ്ങളെ ആത്മീയമായി അത് ഉയർത്തുവാനിടയാകും. അത് വായിച്ച അനുഗ്രഹീതമായ ദേവദാസന്മാരുടെ ഫോട്ടോസൊക്കെ അതിന്റെ പുറകെ കൊടുത്തത് ഒന്ന് പാസ്റ്റർ കെ സി ജോണാണ്, ഒന്ന് ബൈബിൾ കോളേജ് പ്രിൻസിപ്പൽ JC ദേവാണ്, മറ്റ് ചില അനുഗ്രഹീത ദേവദാസന്മാർ. അവർ ചിലർ അവരെ പറഞ്ഞിരിക്കുന്നത് ബൈബിൾ കഴിഞ്ഞ ഇത് പറയാൻ പോലും പേടിയാണ്. അവരുടെ കമന്റ് ഏറ്റവും അധികം വായിക്കേണ്ട പുസ്തകമാണ് ഈ പുസ്തകമെന്ന് അവരെതിരെ എഴുതി വെച്ചിരിക്കുന്നത്. അവരത് വായിച്ചിട്ടും. ഗ്ലോറി ടു ഗോഡ്.
നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ. ചിലർ വായിക്കുമ്പോൾ എന്റെ ഉള്ളിൽ എന്റെ ആക്ഷൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. Glory to God. Hallelujah. കെ.സി. ജോൺ പറഞ്ഞിരിക്കുന്നത് ഇത് അമൂല്യമായ ഒരു യുണീക് ബുക്ക്. ജെ.സി. ദേവ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു അമൂല്യമായ നിധിയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കത് വായിച്ചു നോക്കാം. ഒരു മനുഷ്യനെ ആത്മമണ്ഡലത്തിലേക്ക് ഉയർത്തുവാൻ, വളർത്തുവാൻ അത് ഇടയാകും. എന്നാൽ അതിനുശേഷം അതിന്റെ തുടർച്ചയായി വന്നിരിക്കുന്ന ജയിക്കാനായി വീണ്ടും ജനിച്ചവർ എന്ന പുസ്തകം, ആ പുസ്തകത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കറിയാം ദൈവരാജ്യത്തിന്റെ ഈ സന്ദേശവുമായി എവിടെയെല്ലാം കടന്നു പോകുന്നുവോ അവിടെയെല്ലാം പ്രയോജനപ്പെടുമെന്ന് ചിന്തിക്കുന്നവർ അവിടെ നിന്ന് മാറ്റിയിരിക്കും. ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള എന്റെ ഇന്ത്യയിലെ വിവിധ അനുഭവങ്ങളാണ്. പഞ്ചാബിലെ അനുഭവങ്ങൾ, അതുപോലെ ഓരോ ഭാഗങ്ങളിലും എന്നെ കടത്തിക്കൊണ്ടു പോകുമ്പോൾ ഉള്ള അനുഭവങ്ങളാണ്. എന്നാൽ ശ്രദ്ധിക്കുക, ഈ നാളുകളിൽ ബലാത്കാരികളായി നിങ്ങൾക്ക് തീരാമോ? നിങ്ങൾ ദൈവരാജ്യത്തെ പിടിച്ചടക്കും. കാഴ്ചപ്രകാരം നീങ്ങാതെ ആത്മാവിനനുസരിച്ച് നീങ്ങുന്നുവെങ്കിൽ ദൈവരാജ്യം പിടിച്ചടക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ദൈവം ആഗ്രഹിക്കുന്ന ആ ദൈവിക ക്രമീകരണങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് നാം കടന്നു പോകുവാനായിട്ട് പോവുകയാണ്. ഈ ഫാൻ വളരെ സ്വരം ഉണ്ടാക്കുന്നു, റെക്കോർഡിങ്ങിന് ബുദ്ധിമുട്ട്. ഇത് മാത്രം. Hallelujah. Glory to God. പ്രിയരെ, നമ്മുടെ സബ്ജക്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇന്നത്തെ നാളത്തെ സബ്ജക്ട് എന്താണെന്ന് അറിയോ? ദൈവരാജ്യം എന്നല്ല, മാത്രമല്ല അതിനോട് കൂടെ വേറൊന്നും കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. Enter into the kingdom of God. ദൈവരാജ്യത്തിലേക്ക് കടക്കുക. വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണിത്. ദൈവരാജ്യത്തിലേക്ക് കടക്കുക. Enter into the kingdom of God. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, അങ്ങോട്ടേക്ക് കടക്കാൻ വലിയൊരു ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, നിങ്ങൾക്കത് കേട്ടിട്ട് വലുതായിട്ടൊന്നും തോന്നാഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞതാ. Enter into the kingdom of God. ദൈവരാജ്യത്തിലേക്ക് കടക്കുക. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ദൈവരാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ ആത്മാവിനാലും വെള്ളത്താലും, അല്ലെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തുള്ളൂ. പക്ഷെ ദൈവരാജ്യം കാണണമെങ്കിൽ വേണ്ടി ജനിച്ചാൽ മതി. ദൈവരാജ്യം കാണണമെങ്കിൽ വീട് ജനിച്ചാൽ മതി. യോഹന്നാൻ 3:3. ഹല്ലേലൂയ. പക്ഷേ ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ ആത്മാവിനാലും വെള്ളത്താലും ചെയ്യണം. ഗ്ലോറി. ഹല്ലേലൂയ. ഒരു പക്ഷെ നിങ്ങൾക്ക് ജ്ഞാനങ്ങൾ ഇപ്പോഴും മനസ്സിലാകത്തില്ല. ഒരു 6 ദിവസമെങ്കിലും പറഞ്ഞാലുള്ള ക്ലാസ് ആണ്. വളരെ ചുരുക്കത്തിൽ ഇപ്പോൾ ഏതാനും ചില മണിക്കൂറുകൾ കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടത്. വളരെ ശ്രദ്ധയോടുകൂടെ ദൈവാത്മാവിനോട് കർത്താവെ അങ്ങ് ആഗ്രഹിച്ച് എനിക്ക് മനസ്സിലാക്കി തരണം എന്ന് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. നിങ്ങൾ കേൾക്കുന്നത്, കേൾക്കുവാൻ പോകുന്നത് ബേബി സ്റ്റെപ്പ് അല്ല, ഫിനിഷിംഗ് പോയിന്റ്. ഫിനിഷിംഗ് പോയിന്റിലാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്നു കടന്നു വന്നിരിക്കുന്ന എല്ലാവരും യേശുക്രിസ്തു രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സബ്ജക്ട് Enter into the kingdom of God. ഫിനിഷിംഗ് പോയിന്റ് ആണ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഫിനിഷിംഗ് പോയിന്റിൽ
എന്ന് നാം ചിന്തിക്കുന്നില്ല എങ്കിൽ പ്രിയരെ അപകടമാണ്. നമുക്ക് വളരെ നല്ല ആരംഭം കുറിക്കാം. നമ്മൾ വളരെ നല്ല ആരംഭം കുറിച്ചവരാ, പക്ഷെ അതുകൊണ്ട് വളരെ നല്ല അവസാനം ഉണ്ടാകണമെന്നില്ല. ഹല്ലേലൂയ. തിരുവചനത്തിലോട്ട് നോക്കിയാൽ ആദം നല്ല ആരംഭം കുറിച്ച വ്യക്തിയാണ്, ശരിയല്ലേ? പക്ഷേ ഗുഡ് സ്റ്റാർട്ട് ബട്ട് എ പതറ്റിക് എൻഡ്. ആമേൻ. ഹല്ലേലൂയ. വളരെ ശോചനീയമായ അവസാനമായിരുന്നു. പഴയ നിയമത്തിലെ ശൗൽ നല്ല ആരംഭം കുറിച്ച വ്യക്തിയാണ്, അല്ലേ? പക്ഷേ വളരെ ശോചനീയമായ അവസാനമായി തീർന്നു. ശിംശോൻ നല്ല ആരംഭം കുറിച്ച വ്യക്തിയാണ്, പക്ഷേ ശോചനീയമായ അവസാനമായി തീർന്നു. ആമേൻ. ഹല്ലേലൂയ. യൂദാസ്, പുതിയ നിയമത്തിലെ കർത്താവിനോട് ഒറ്റക്കൊടുത്ത യൂദാസ് നല്ല ആരംഭം കുറിച്ച വ്യക്തിയാണ്, പക്ഷെ വളരെ ശോചനീയമായ അവസാനമായി തീർന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിൽ ഒരു കൂട്ടം ദൈവജനം നല്ല ആരംഭം കുറിച്ച വ്യക്തികളാണ്. അവർ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരാ, പക്ഷേ അവരുടെ അവസാനം വളരെ ശോചനീയമായി തീർന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായം 22, 23 വാക്യങ്ങളിൽ ഒരു വൻകൂട്ടം ദൈവദാസന്മാർ അഭിഷേകത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അത്ഭുതകരമായി ശുശ്രൂഷ ചെയ്തവരാ. അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നവരാ. ഭൂതങ്ങളെ പുറത്താക്കിയവരാ, രോഗികളെ സൗഖ്യമാക്കിയവരാ, പ്രവചിച്ചവരാ, വളരെ നല്ല തുടക്കം നടത്തിയവരാ. പക്ഷെ അവസാനം ശോചനീയമായി തീർന്നു. ഹല്ലേലൂയ. ഗ്ലോറി. ശോചനീയമായി അവസാനിക്കാനാണോ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ദൈവത്തിൽ ആരംഭിച്ചത്, അതോ മനോഹരമായി അവസാനിക്കാനാണോ? പൗലോസ് അവസാനിപ്പിച്ചതുപോലെ അവസാനിപ്പിക്കാനാണോ? ഞാൻ നല്ല ഓട്ടം ഓടി ഓട്ടം തികച്ചു, ബീവിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. യേശു അവസാനിപ്പിച്ചതുപോലെ അവസാനിപ്പിക്കാനാണോ? ഇതാ പൂർത്തിയായി, ഇങ്ങനെ അവസാനിപ്പിക്കാനാണോ? അതോ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ 21, 22, 23 വാക്യങ്ങളിൽ ഒരു കൂട്ടം ദൈവജനവും ദൈവദാസന്മാരും അവസാനിപ്പിച്ചതുപോലെ നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടുവാനാണോ ദൈവം നമ്മളെ നിയമിച്ചാക്കിയിരിക്കുന്നത്? ഇന്ന് അനേകം തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞ് നരകത്തിലേക്ക് പാട്ടും പാടി ആരാധിച്ചും ഉപവസിച്ചും പ്രസംഗിച്ചും പോകുന്ന വലിയൊരു കൂട്ടത്തിന്റെ നടുവിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അവരറിയുന്നില്ല എന്താ സംഭവിക്കണമെന്ന്. ദൈവത്തിന്റെ വേദന വിശ്വാസികളോട് പറയുക, മതി, നീ ഉറങ്ങിയത് മതി. ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന്, അതായത് മരിച്ചവർ കിടക്കുന്ന എവിടെയാ? സെമത്തേരിയില. ഈ വിശ്വാസി സെമത്തേരിയിൽ കിടന്ന് ഉറങ്ങുന്നവനെ എഴുന്നേൽക്ക്. മരിച്ചവരുടെ ഇടയിലാണോ നീ കിടക്കുന്നത്? നീ കിടക്കുന്നത് മരിച്ചവരുടെ ഇടയിലാണോ? ഞാൻ വന്നതിനാ നിനക്ക് ജീവൻ തരാനല്ലേ? നീ എന്നെ സ്വീകരിച്ചിട്ട് നിന്റെ അകത്ത് ജീവനില്ലേ? ഇങ്ങനെ വീണ്ടും നീ എന്തിനാ മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്നത്? ഉടനെ എഴുന്നേൽക്ക, എങ്കിൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഹല്ലേലൂയ. വളരെ ആഴമേറിയ കാര്യങ്ങൾ സ്വർഗ്ഗത്തിൽ ദൈവത്തിനോട് പറയാനുണ്ട്. അതുകൊണ്ട് പ്രിയരെ, എഫെസ്യ ലേഖനത്തോടെ ഈ വാക്കുകൾ നിങ്ങളെ അറിയിച്ചപ്പോ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഈ വാക്കുകൾ നമ്മൾ എടുക്കും. ദൈവത്തിന് വളരെ പ്രാധാന്യം നമ്മളോട് പറയാനുണ്ട്. കർത്താവ് ഈ വിഷയം നമുക്ക് തന്നതിന്റെ കാരണം, എൻ്റർ ഇൻടു ദ കിങ്ഡം, ദൈവരാജ്യത്തിൽ കിടക്കുക എന്നുള്ള വിഷയം നമുക്ക് തന്നതിന്റെ കാരണം അനേക ദൈവരാജ്യത്തിൽ കടക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. പ്രിയരെ, കാര്യങ്ങളുടെ ആരംഭം നല്ലത് തന്നെയാണ്.
പക്ഷേ ദൈവവചനത്തിലേക്ക് നിങ്ങൾ നോക്കാമോ? ആരംഭത്തെക്കാൾ നല്ലത് അവസാനമാണ്. രക്ഷിക്കപ്പെട്ടത് നല്ലത് തന്നെയാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ടതിനേക്കാൾ നല്ലത് ദൈവരാജ്യം അവകാശമാക്കുന്നതാണ്. സഹോദരിമാർ, വിവാഹം കഴിഞ്ഞതല്ലേ? നിങ്ങളുടെ എൻഗേജ് ദിവസം നല്ല എൻഗേജ്മെന്റ് മനസ്സമ്മർ ദിവസം നല്ലതല്ലേ? പക്ഷെ അതിനേക്കാൾ നല്ലതല്ലേ വിവാഹ ദിവസം? നല്ലതല്ലേ? ഡിഗ്രിക്ക് പഠിച്ചവരല്ലേ നിങ്ങൾ പലരും? ഡിഗ്രിക്ക് ചേർന്ന ദിവസം നല്ലതാ, ശരിയല്ലേ? പക്ഷെ അതിനേക്കാൾ നല്ല ദിവസമല്ലേ ഒരു സർട്ടിഫിക്കറ്റുമായി വെളിയിറങ്ങുന്ന ദിവസം? ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദിവസം നല്ലതാ, പക്ഷെ അതിനേക്കാൾ നല്ല ദിവസമാ ദൈവരാജ്യം അവകാശമാക്കുന്ന ദിവസം. ആമേൻ, ഹല്ലേലൂയ. സ്റ്റാർട്ടിംഗ് പോയിന്റ് നല്ലതാ, സ്റ്റാർട്ടിംഗ് പോയിന്റിനേക്കാൾ നല്ലതാ ഫിനിഷിംഗ് പോയിന്റ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ജനത്തെ ഫിനിഷ് ചെയ്യാൻ പഠിപ്പിക്കേ, ഫിനിഷ് ചെയ്യാൻ പഠിപ്പിക്കേ. സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്ന 95-ൽ അധികം ശതമാനം, 95%-ലധികം ശുശ്രൂഷകൾ നമ്മുടെ മധ്യേ ഉള്ളപ്പോൾ ഒരു ചെറിയ ശതമാനം ശുശ്രൂഷ എങ്കിലും അവസാനിപ്പിക്കുന്ന ശുശ്രൂഷകളായി തീരട്ടെ. Glory to God. Hallelujah. Hallelujah. പ്രാർത്ഥനയോടെ ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യങ്ങളെ വെളിപ്പെടുത്തട്ടെ. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ആധാരമായിട്ട് ഒരു വാക്യം വായിക്കാം. 2 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കടക്കാൻ പോവുകയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം. Glory to God. ഏഴാമത്തെ Glory, hallelujah. നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഇവിടെ കേൾക്കുന്ന ഒരു വാക്കും വചനത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് വിശ്വസിക്കരുത്. ആമേൻ. നമ്മളുടെ മനസ്സിലൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്നറിയാമോ? ഏതെങ്കിലും ഒരു ദേവദാസം കൊണ്ട് പറഞ്ഞിട്ട് പോയി, മറ്റേ ദേവദാസൻ അത് തന്നെ പറഞ്ഞു, അപ്പൊ കുറച്ച് വിശ്വാസമായി. വീണ്ടും ഒരു ദേവദാസൻ അത് തന്നെ പറഞ്ഞു, വിശ്വാസമായി. അങ്ങനെ 10 പേര് പറഞ്ഞാൽ അത് കുറച്ചു. കാരണം നമ്മുടെ മനസ്സിലല്ല ജനാധിപത്യ സംവിധാനമാണ്. ഭൂരിപക്ഷം പറയുന്നതാണ് ശരി. അയ്യോ കുഞ്ഞുങ്ങളെ, നമ്മൾ ജനാധിപത്യത്തിലല്ല, കിങ്ഡത്തിലാണ്. ഭൂരിപക്ഷം പറഞ്ഞതല്ല ശരി. കിങ് ഒരാൾ പറഞ്ഞതാ ശരി, രാജാവ് ഒരാൾ പറഞ്ഞതാ ശരി. രാജാവ് പറഞ്ഞതാ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഈ ലോകത്തിൽ ഇന്ന് 7 മില്യൺ ജനമുണ്ട്. 7 ബില്യൺ ജനമുണ്ട്. 7 ബില്യൺ ജനങ്ങൾ ഒരുമിച്ച് പറയുകയാണ്. പക്ഷെ രാജാവ് പറയാ അതല്ല എന്ന് പറഞ്ഞ 7 ബില്യണും പറഞ്ഞത് നുണയാ, രാജാവ് പറഞ്ഞത് സത്യം. ആമേൻ. ഇതുകൊണ്ടാണ് റോമലേഖനം 3:4 പറഞ്ഞ സർവ്വ മനുഷ്യരും ബോഷ്ക്ക് പറയുന്നവരുടെ ഒരു ദൈവം സത്യമാണ്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധയോടെ ദൈവവചനത്തിന് കാതോർക്കുക. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വന്തമാക്കും. എന്താണ് സത്യം? നിന്റെ വചനമല്ലോ സത്യം. Glory to God. Amen. Hallelujah. നമ്മള് ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ മക്കളെ സ്ക്രീൻ വരുന്നില്ലല്ലോ. Jesus, I give you glory. Glory, thank you. ശ്രദ്ധയോടെ സഭാപ്രസംഗിയുടെ പുസ്തകം Ecclesiastes chapter 7 verse 8. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്. Better is the end of a thing than the beginning thereof. Hallelujah. Amen. ഇതെവിടെ പറയുന്നേ? ദൈവവചനമാണ്. വിശ്വസിക്കാമല്ലോ. Glory to God. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ നല്ലത് അതിന്റെ അവസാനമാണ്. ആമേൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് എൻഗേജ്മെന്റിനേക്കാൾ നല്ലതാ വിവാഹം. ഡിഗ്രിക്ക് പഠിക്കാൻ കയറുന്നതിനേക്കാൾ നല്ലതാ സർട്ടിഫിക്കറ്റുമായിട്ട് പുറത്തിറങ്ങുന്നത്. ആമേൻ. രക്ഷിക്കപ്പെട്ട ദിവസത്തേക്കാൾ നല്ലതാ ദൈവരാജ്യം അവകാശമാക്കുന്നത്. ഇത് ആദ്യം പറഞ്ഞതൊക്കെ നല്ലത് തന്നെയാ, പക്ഷെ അതിനേക്കാൾ നല്ലതാ ഫിനിഷിംഗ് പോയിന്റ്. ആമേൻ. ഗ്ലോറി. ദൈവം ഈ ലോകത്തിലെ ജ്ഞാനികളിൽ ഏറ്റവും പ്രധാനി
എന്ന് പറഞ്ഞ വ്യക്തിയിലൂടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമായിട്ടാണ്. ആമേൻ. ശലോമോനിലൂടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. വളരെ ശ്രദ്ധയോടെ നമ്മൾ ഏറ്റെടുക്കാം. ഇനി ജയം പ്രാപിക്കണമെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ സൂക്ഷിച്ചാൽ നല്ലതാണ്. ജയം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ ഓടുന്നുവെങ്കിൽ ജയം പ്രാപിക്കാൻ തക്കവണ്ണം ഓടുക. ഹല്ലേലൂയ. നമ്മളൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണോ? എന്തിനു വേണ്ടിയാ ഓടുന്നേ? നമുക്ക് പലർക്കും ഓടുന്നത് എന്തിനാണ് പോലും അറിഞ്ഞുകൂടാ. ആമേൻ. ഗ്ലോറി. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഇന്ന് പലരുടെയും ഓട്ടം, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ചിലരോടൊന്ന് ചോദിച്ചോട്ടെ. മോനെ പേരെന്താ? പ്രദീപ്. നല്ല പേരാണല്ലോ. കഴുത്തെല്ലാം ഇതൊക്കെ ഇട്ടപ്പോ ലൈസൻസാ. ഞാൻ കേട്ടപ്പോ ഇവിടെ കയറാനുള്ള ലൈസൻസാണ്. ആമേൻ. ലൈസൻസ് പുള്ളിക്കുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പ്രദീപിന്റെ കാലിൽ ഷൂ ഉണ്ടല്ലോ. ഷൂ എന്തിനാണെന്ന് അറിയാമോ? എന്റെ പർപ്പസ് എന്തിനാണെന്നറിയോ? എന്തിനാ? കാലിൽ ഇട്ട് നടക്കാനാണല്ലേ? അല്ലേ? ഗുഡ്. പകരം പ്രദീപ് കാലിൽ ഇട്ട് നടക്കുവാനുള്ള ഷൂ ഇട്ട് നടക്കുന്നതിന് പകരം പ്രദീപ് ഒരു ദിവസം ഷൂ തലയെ പിടിച്ചോണ്ട് കൈ പിടിച്ച് തല വെച്ച് നടക്കുക, ചുമന്നു നടക്കുക. കണ്ടു നിൽക്കുന്ന നിങ്ങളൊക്കെ എന്തു പറയും? ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇത് കണ്ടോ? ഷൂവും തലയിൽ വെച്ച് നടക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഒരു കാര്യത്തിന്റെ പർപ്പസ് അറിയാതെ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മളെ എന്നാ വിളിക്കും? വട്ടനെന്നും ഭ്രാന്തനെന്നൊക്കെ വിളിക്കും, അല്ലേ? അതുകൊണ്ട് നമ്മൾ പർപ്പസ് അറിയാതെ ഉപയോഗിക്കുമോ? അപ്പൊ നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരല്ലേ? ഇല്ലേ? കൈ കിട്ടിയ വാച്ചിന്റെ ഉദ്ദേശം എന്താ മോനെ? സമയം നോക്കുവാൻ. ഇട്ടിരിക്കുന്ന ഷർട്ട് പാന്റിന്റെ ഉദ്ദേശം എന്തുവാ? ബോഡി പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലേ? ഇല്ലേ? നാണം മറയ്ക്കാൻ. ഇനി ആ കണ്ണിന്റെ ഉദ്ദേശം എന്താ? കാണാൻ. ഗുഡ്. നല്ല ഉത്തരം, അല്ലേ? കറക്റ്റ് അല്ലേ? ചെവിയുടെ ഉദ്ദേശം എന്താ? കേൾക്കാൻ. ഗുഡ്. മൂക്കിന്റെയോ? ശ്വസിക്കാൻ. ഗുഡ്. കൈയുടെയോ? കാര്യങ്ങളൊക്കെ എടുക്കുവാൻ, ജോലി ചെയ്യാൻ, അല്ലേ? കാലിന്റെയോ? നടക്കാൻ. വളരെ നല്ല ഉത്തരം. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ കണ്ണും കൈയും മൂക്കും കാലും ഇതെല്ലാം കൂടി ചേർന്നുള്ള പ്രദീപിന്റെ ഉദ്ദേശം എന്താ? പർപ്പസ് എന്താ? ഞാൻ തമാശ അല്ല പറഞ്ഞു. നിങ്ങളത് തമാശ പോലെ ഒരുമിച്ചിരിക്കണേ. കണ്ട ഈ ഭ്രാന്തസിദ്ധ ചെന്ന് ഞാൻ ഭ്രാന്ത് കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്നറിയാമോ? എത്ര കിലോ ഉണ്ട് മൊത്തത്തില് തൂക്കം? ഒരു 19 കിലോ കാണും, അല്ലേ? അല്ലേ? ഞാൻ പുള്ളിയോട് ചോദിക്കുമ്പോ, നിങ്ങൾ ചിന്തിച്ചോളാം നിങ്ങളോടൊക്കെ ചോദിക്കണേന്ന്. മനസ്സിലായോ? കണ്ണിന്റെ പർപ്പസ് അറിയാം, മൂക്കിന്റെ പർപ്പസ് അറിയാം, ചെവിയുടെ പർപ്പസ് അറിയാം, കാലിന്റെ പർപ്പസ് അറിയാം. പക്ഷെ ഇതെല്ലാം കൂടി ചേർന്നുണ്ടായ മനുഷ്യനെന്തിനാണെന്ന് അറിഞ്ഞുകൂടാ മനുഷ്യന്. ആ ഷൂ തലേ പൊക്കി നടന്നു പോകുന്ന വ്യക്തിക്ക് തുല്യമല്ലേ നമ്മൾ ഓരോരുത്തരും? 50 കിലോ ഉള്ള ഈ ശരീരം, ഈ ശരീരത്തിൽ ഏകദേശം 60% വെള്ളം, ഏകദേശം 5-6 ലിറ്റർ ബ്ലഡും അടക്കം. ബാക്കി ഒരു 20 കിലോ മണ്ണുണ്ടാവും എല്ലാം കൂടി. ഒരു കുട്ടിച്ചാക്ക് എടുക്കാൻ പോലും ഇല്ല. ഈ 20 കിലോ മണ്ണും ചുമന്നുകൊണ്ടാണ് ഈ നായുഷ്കാലം മുഴുവൻ നടക്കുന്നത്. നിങ്ങൾ നമ്മൾ ചിന്തിച്ചോ, നിങ്ങളുടെ തൂക്കം എത്രയാണോ അതിന്റെ ഒരു 40% എടുത്താൽ മതി. നിങ്ങളോട് പറഞ്ഞില്ലെന്നുള്ള ബുദ്ധിമുട്ട് വേണ്ട. ആ മണ്ണും ചുമന്നുകൊണ്ട്, ആ ഷൂ തലയിൽ വെച്ചോണ്ട് പോണോ ഈ മണ്ണും ചുമന്നുകൊണ്ട് കുറച്ച് നാളുകൾ ഇവിടെ നടക്കുകയാണ്. എന്നിട്ട് നടന്നിട്ട് ചുമന്ന് അവസാന സെമിത്തേരി ആശ്രയം
എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് ഇറക്കി വയ്ക്കും. ഹല്ലേലൂയ. എന്തിനാ പ്രിയ സഹോദരങ്ങളെ ഇങ്ങനെ ജീവിച്ചിട്ട്? ദൈവം വളരെ ശ്രദ്ധിച്ചോ? നമ്മൾ ബുദ്ധിമാന്മാരെന്നല്ലേ നമ്മൾ പറയുന്നത്. ദൈവം പറഞ്ഞ എന്നാന്നറിയാമോ? ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമാണ്. അതിന്റെ അർത്ഥം ഈ ലോകത്തിന്റെ കല്ലിന്റെയും മണ്ണിന്റെയും ജ്ഞാനമല്ല, ഈ ലോകത്തിലെ മനുഷ്യരുടെ ജ്ഞാനം ദൈവത്തിൽ ഭോഷത്വമാണ്. അവർക്ക് അറിഞ്ഞുകൂടാ അവരെന്തിനാ ജീവിക്കുന്നതെന്ന് പോലും. ഈ രീതിയിൽ പോവുക. എന്തിനാ ചിന്തിക്കണേ? അറിഞ്ഞുകൂടാ. എന്തിനാ കഴിക്കണത്? നീ അൾട്ടിമേറ്റ് ചോദ്യം ഞാൻ കഴിക്കുന്നതെന്നറിയാമോ? ചാകാൻ, മരിക്കാൻ. കഴിച്ച് ഞാൻ അങ്ങോട്ടാ പോണേ? സെമിത്തേരിയിലേക്ക്. ശരിയല്ലേ? ഹല്ലേലൂയ. നമുക്ക് ചില മാറ്റം വരണ്ടേ? കർത്താവ് പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ഹല്ലേലൂയ. ദൈവവചനം അറിയുമ്പോൾ സ്വതന്ത്രമാക്കും. ഗ്ലോറി. ഹല്ലേലൂയ. പ്രിയരെ, ചില ഭാഗങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോകാൻ പോകുകയാണ്. ദൈവത്തിന്റെ വചനം പറയുക ആരംഭത്തെ കണ്ടത് അവസാനമാണ്. ആമേൻ. ധാരാളം പേര് ആരംഭിക്കുന്നുണ്ട്, പക്ഷെ അവസാനിപ്പിക്കുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവം കർത്താവായ യേശുക്രിസ്തു ഏറ്റവും നല്ല ഗുരു. ആമേൻ. ജ്ഞാനമുള്ള ദർശനമുള്ള ഗുരു. ആ ഗുരുവിനെ നാം അനുഗമിച്ചാൽ, വേറെ ആരെയുമല്ല, ആ ഗുരുവിനെ നാം അനുഗമിച്ചാൽ നാം കുഴി വീഴത്തില്ല. ഈ ലോകം കണ്ട ഏറ്റവും നല്ല ടീച്ചറുടെ പേരെന്താണെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു പറഞ്ഞ പ്രിൻസിപ്പിൾ എന്നാണെന്നറിയാമോ? If a blind gate blind, both will fall in the ditch. Amen. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ആശ്രയിക്കാൻ ഏറ്റവും നല്ല ഗുരുനാഥനെ. ആ ഗുരുനാഥൻ പറഞ്ഞ ഓരോ വാക്കുകൾ ഇതിന്റെ ഉള്ളിലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. കുരുടനല്ലാത്ത ഗുരുനാഥൻ. ആമേൻ. അന്നത്തെ ശാസ്ത്രിമാരോട് പരീശന്മാരോട് യേശുക്രിസ്തു എന്ന ഗുരുനാഥൻ പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ കുരുടന്മാരെ വഴി നടത്തുന്ന കുരുടന്മാരാ. ആമേൻ. അതുകൊണ്ട് ഗുണമെന്നാന്നറിയാമോ? നിങ്ങൾ രണ്ടും കുഴി വീഴും. ഹല്ലേലൂയ. അവരോട് പറഞ്ഞ വേറൊരു കാര്യം അറിയാമോ നിങ്ങൾക്ക്? ഇതെല്ലാം മത്തായിയുടെ സുവിശേഷത്തിലുണ്ടോ? അതിന്റെ 23 അധ്യായം വായിക്കുന്നതൊക്കെ അവിടെ കാണുവാനായിട്ട് കഴിയും. എല്ലാം എടുത്ത് വായിക്കാനുള്ള സമയമില്ല. അവരോട് പറഞ്ഞൊരു കാര്യം, നമ്മളോട് ചേർത്ത് മത്തായി നമ്മളോട് ചേർത്ത് പറയുക, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടത്തില്ല എന്നല്ല പറഞ്ഞേ. പിന്നെന്താ പറഞ്ഞേ? നിങ്ങൾ വചനം അറിയാമോ നോക്കട്ടെ. പിന്നെന്താ പറഞ്ഞേ? എവിടെ കിടക്കത്തില്ല? ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക്. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെ പരീശന്മാരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ഈ സബ്ജക്റ്റിന്റെ പേരെന്തുവാ? ഇന്നത്തെ വിഷയം സ്വർഗരാജ്യത്തിൽ കടക്കുക. ആമേൻ. ഹല്ലേലൂയ. എന്തുവാ ശാസ്ത്രിമാരുടെ പരീശന്മാരുടെ നീതി? പറഞ്ഞേ. ദിവസവും പ്രാർത്ഥിക്കും, ദിവസവും ഉപവസിക്കും. പിന്നെ പറ. പ്രധാനം കൊടുക്കാം, ദശാംശം കൊടുക്കും, പിന്നെ ദൈവവചനം പ്രസംഗിക്കും. ഹല്ലേലൂയ. ആരാധിക്കുന്നില്ലേ? ആരാധിക്കും. കർത്താവിന്റെ അഭിപ്രായ പ്രകാരം പ്രസംഗിച്ചും ആരാധിച്ചും ഉപവസിച്ചും എങ്ങോട്ടാ പോണേ? പറ. എന്റെ അഭിപ്രായം, കർത്താവിന്റെ അഭിപ്രായ പ്രകാരം ഇവര് എപ്പോഴും പ്രാർത്ഥിച്ചും എപ്പോഴും ആരാധിച്ചും എപ്പോഴും ഉപവസിച്ചും ഇവരെങ്ങോട്ടാ പോണേ? കേൾക്കുന്നില്ല? ഇവര് നരകത്തിലോട്ടാ പോകുന്നേ. ആമേൻ. ഹല്ലേലൂയ.
അപ്പൊ കർത്താവ് പറയാം, നിങ്ങളുടെ നീതി എന്തായിരിക്കണം? ഇവരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. എന്താ ഇവിടെ നീതിയുടെ പ്രശ്നം? കർത്താവ് പറയുക, നിങ്ങളുടെ നീതിയുടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ വെള്ള തേച്ച കുഴിമാടങ്ങളാണ്. പുറമെ മനോഹരമായി ശോഭിക്കുന്നു, പക്ഷെ അകമേ ചീത്ത അസ്ഥികളും അല്ല ദ്രവിച്ചിരിക്കുക. അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, പുറമേ നിങ്ങൾ മനോഹരമായ, പുറമേ നിങ്ങൾ നല്ല ഭക്തന്മാര, പക്ഷെ നിങ്ങളുടെ ഹൃദയം അശുദ്ധി നിറഞ്ഞതാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവരാജ്യത്തിൽ കടക്കുക എങ്ങനെ കടക്കാൻ പറ്റും? ഏറ്റവും നല്ല ടീച്ചർ പറഞ്ഞ ആ കാര്യം രണ്ടാമത്തെ കീ വാക്യമായി വായിച്ചുകൊണ്ട് നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം. നിങ്ങൾക്ക് ബൈബിൾ മുഴുവൻ പഠിക്കണം, മുഴുവൻ പഠിക്കണം. ഗ്ലോറി ടു ഗോഡ്. 1.25 വാക്യം കൊണ്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിങ്ങൾ പഠിപ്പിക്കാൻ പോവാം. 1.25 വാക്യം. സന്തോഷമുണ്ടോ? ഇത് ഏറ്റവും നല്ല ടീച്ചറിനെ പഠിപ്പിക്കില്ല. 1.25 വാക്യമുള്ളൂ. നമ്മൾ കുത്തിയിരുന്ന് പഠിച്ച് ഇതുവരെ തീർന്നിട്ടില്ല. 1.25 വാക്യം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം. അതിന്റെ 12-ാം വാക്യവും 13-ാം വാക്യത്തിന്റെ കാൽഭാഗവും നമ്മൾ വായിക്കുമ്പോൾ ബൈബിൾ തീർന്നു. വായിച്ചാൽ മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്ക് ചെയ്തു. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. Glory to God. പഴയ നിയമം കഴിഞ്ഞു. ശരിയല്ലേ? എന്റെ പഠിപ്പിക്കലല്ല, യേശു ക്രിസ്തു എന്ന ഈ യൂണിവേഴ്സിലേക്ക് ഇറങ്ങി വന്ന ഏറ്റവും നല്ല ടീച്ചറുടെ പഠിപ്പിക്കല. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണം മോശയുടെ 5 പുസ്തകങ്ങൾ, ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെ 5 പുസ്തകങ്ങളും, പ്രവാചകന്മാരും ഹിസ്റ്ററി അടക്കം ജോഷു മുതൽ മാലാക്കി വരെ ഇത് തന്നെ. ഹല്ലേലൂയ. പഴയ നിയമം കഴിഞ്ഞില്ലേ? ഗ്ലോറി ടു ഗോഡ്. ഇനി അത് പഴയ നിയമം സിലബസ് കഴിഞ്ഞു. അത് നമ്മൾ എഴുതേണ്ട സിലബസ് അല്ല, നമ്മൾ റെഫർ ചെയ്യേണ്ട സിലബസാണ്. ലൂക്കോസ് 16:14 പറയുകയാണ്, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം സ്നാപക യോഹന്നാൻ വരെ ആയിരുന്നു. വരെ എന്ന് പറഞ്ഞാൽ വരെ തന്നെയാണ് അർത്ഥം. ഹല്ലേലൂയ, ഗ്ലോറി. അങ്ങനെ തന്നെയാണോ അവിടെ? ജീസസ്, ഐ ഗിവ് യു ഗ്ലോറി ടു ഗോഡ്. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. ആ ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. യോഹന്നാൻ വരെ ആയിരുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എനിക്ക് കോഴിക്കോടിന്റെ അടുത്ത സിറ്റി മലപ്പുറം തോന്നുന്നല്ലേ? മലപ്പുറത്തിന്റെ അതിർത്തി ഇന്ന സ്ഥലം വരെയാണ്, ഇന്ന ബ്രിഡ്ജ് വരെയാണ്. അത് കഴിഞ്ഞാൽ കോഴിക്കോട് ആരംഭിക്കുന്നു. വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ബോഷന്മാരായതുകൊണ്ട് ദൈവം പറയാട്ടോ, നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല. തുടർന്ന് പറയുകയാണ്, അതേ തുടർന്ന് കാലം മാറി. ഏത് കാലമാണ്? ഒന്ന് പറഞ്ഞു, ഏത് കാലം? ഇപ്പോഴും ന്യായപ്രമാണത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം സ്നാപക യോഹന്നാൻ വരെയായിരുന്നു. സ്നാപക യോഹന്നാൻ ജീവിച്ച എത്ര നാളുകൾക്ക് മുമ്പാ? 2000 വർഷങ്ങൾക്ക് കൂടുതൽ മുമ്പാണ് സ്നാപക യോഹന്നാൻ ജീവിച്ചത്.
ദൈവത്തിന്റെ വചനം പറയുകയാണ്, യേശു ക്രിസ്തു പറയുക, യേശുവിനെങ്കിലും വിശ്വസിക്കാൻ. യേശു ക്രിസ്തു പറയാ, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെ കാല സ്നാപയോഹന്നാൻ വരെ ആയിരുന്നു. അതായത് മലപ്പുറത്തിന്റെ അതിർത്തി ഇന്ന ബ്രിഡ്ജ് വരെയാണ്. അത് കഴിഞ്ഞാൽ കോഴിക്കോട് ആരംഭിക്കുന്നു. തുടർന്ന് പറയുകയാണ്, അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. ശ്രദ്ധിച്ചേ, അപ്പോൾ അന്ന് മുതൽ എന്തിനാ സുവിശേഷിക്കണ്ടേ? ദൈവരാജ്യം. അപ്പോ തുടക്കത്തിൽ സുവിശേഷിച്ച് എന്തിനാ? ആദ്യം യോഹന്നാൻ സ്നാപകന്റെ മുമ്പ് വരെ ഏത് കാലമായിരുന്നു? ന്യായപ്രമാണം, അതായത് പഴയ നിയമകാലം, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലമായിരുന്നു. എന്നാൽ സ്നാപക യോഹന്നാൻ മുതൽ എന്ത് മാറി? കാലം മാറി. അന്ന് മുതൽ എന്ത് സുവിശേഷിച്ചു വരുന്നു? ദൈവരാജ്യം. അങ്ങനെ തന്നെയാണോ എഴുതിയിരിക്കുന്നത്? അന്ന് മുതൽ എന്ത് സുവിശേഷിച്ചു വരുന്നു? അന്ന് മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. മനസ്സിലായോ? അപ്പോ അന്ന് മുതൽ സുവിശേഷിച്ച് തുടങ്ങിയത് എന്തിനെ കുറിച്ചാ? അന്ന് സുവിശേഷം തുടങ്ങി എന്തിനെ കുറിച്ചാ? ഉറക്കെ പറഞ്ഞേ. അന്ന് സുവിശേഷം തുടങ്ങി എന്തിനെ കുറിച്ചാ? അന്ന് സുവിശേഷം തുടങ്ങി എന്തിനെ കുറിച്ചാ? പക്ഷെ ഇന്ന് അവിടെ പോയി. ഇന്ന് സുവിശേഷം മാത്രമായി മാറിയല്ലോ. അന്ന് സുവിശേഷം തുടങ്ങിയത് ദൈവരാജ്യത്തെ കുറിച്ച് സുവിശേഷം തുടങ്ങിയത്, ഇന്ന് ദൈവരാജ്യം വിട്ട് സുവിശേഷം മാത്രമായി മാറി. ആരംഭം മാത്രമായി, അവസാനം ഇല്ലാതെയായി. മനസ്സിലായില്ല. ആരംഭം മാത്രമേ ഉള്ളൂ, അവസാനം ഇല്ലാതെയായി തോന്നുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കൾക്ക് ഇവർ എന്തിനാണെന്ന് പോലും അറിഞ്ഞുകൂടാ. ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന് ആരംഭവും ഉണ്ട്, അതിന്റെ അവസാനവും ഉണ്ട്. ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ ആരംഭമാണ് സാൽവേഷൻ, യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷാ സൗജന്യം, ബൈ ഗ്രേസ്. എന്നാൽ അവസാനിക്കുന്നത് ഇൻഹെറിറ്റിംഗ് ദ കിങ്ഡം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ഹല്ലേലൂയ. ഇനി ഇത്രയും നാളും നമ്മൾ കേട്ടത് ആരംഭത്തിൽ നിന്ന് ആരംഭിക്കുന്ന സുവിശേഷമാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന അവസാനത്തിൽ നിന്ന് ആരംഭിക്കുന്ന സുവിശേഷമാണ്. ഹല്ലേലൂയ. അവസാനത്തിൽ നിന്ന് ആരംഭിക്കുന്ന സുവിശേഷം. സുവിശേഷം അവസാനത്തിൽ നിന്ന് ആരംഭിച്ചാൽ സഭ വിഘടിക്കത്തില്ല. എല്ലാവർക്കും ദർശനം ഒന്നായിരിക്കും. സുവിശേഷം ആരംഭത്തിൽ നിന്ന് ആരംഭിച്ച് അവസാനിപ്പത്തിലേക്ക് കടക്കാതെ എന്ന സഭ വിഘടിക്കും. പരസ്പരം എതിർ മനോഭാവമുള്ള പലതും പ്രത്യക്ഷപ്പെടും. ശ്രദ്ധിച്ചു കേട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ തിരുവചനത്തിൽ എവിടെ വായിച്ചാലും യേശു ക്രിസ്തു സുവിശേഷം അറിയിക്കുമ്പോൾ അത് ദൈവരാജ്യത്തെ കുറിച്ചുള്ള സുവിശേഷമാണ്. ഹല്ലേലൂയ. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ അവസാനത്തിൽ നിന്ന് ആരംഭിക്കുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നു, ആരംഭത്തെക്കാൾ നല്ലത് അവസാനമാണ്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ചില സൈൻ ചെയ്തുകൊണ്ടേയിരിക്കും ചിലത്. കാരണം നിങ്ങളുടെ അകത്തുള്ള ചില വാക്കുകളും ഇവിടെ പറയുന്ന വാക്കുകളും തമ്മിൽ ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അതിലൊന്നും ഇണ ഇല്ലാതെ ഇരിക്കത്തില്ല എന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ശ്രദ്ധയോടുകൂടി നാം ദൈവസന്നിധിയിലായിരിക്കാം. സുവിശേഷത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന് രണ്ട് ഭാഗങ്ങൾ. ഒന്ന് ദ ബിഗിനിങ് പാർട്ട്, രണ്ട് ദ ഫിനിഷിംഗ് പാർട്ട്. നമ്മളിന്നും ദൈവദാസന്മാർ ബിഗിനിങ് പാർട്ടിൽ വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഫിനിഷിംഗ് പാർട്ടിൽ പ്രവർത്തിക്കാത്തത് കൊണ്ട് വലിയ അപകടം ദൈവദാസനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം ഒന്ന് വായിച്ചാണ്. Glory to God. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവരുമല്ല